ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവരും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആംപ്ലിഫയർ റീഅസംബ്ലിംഗ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആംപ്ലിഫയറിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ആംപ്ലിഫയർ. നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാബിന് ആദ്യം നമ്മൾ ഫുള്ളൊന്ന് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് മൊത്തം ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് 5 ചാനൽ ബോർഡ്, നമ്മൾ പുതിയ ബോർഡാണ് വെച്ചിരിക്കുന്നത്. സബിൻ്റെ ഫിൽറ്റർ പുതിയതാണ്. പിന്നെ ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഇപ്പോൾ ചെയ്യിപ്പിച്ച പുതിയ ട്രാൻസ്ഫോമറാണ്. പിന്നെ അതിനെ സോഫ്റ്റ് സ്റ്റാർട്ടർ വെച്ചിട്ടുണ്ട്, ബക്ക് കൺവെർട്ടർ, ഫാൻ കൺട്രോളർ, പവർ സപ്ലൈ, ചെറിയൊരു പവർ സപ്ലൈ വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. ബാക്കി ഇതിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. ഈ ഡീകോഡറും റിമോട്ട് കിറ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. സ്പീക്കർ പ്രൊഡക്ഷനും സബിൻ്റെ ബോർഡ്, ഇതൊക്കെ ഇതിലുണ്ടായിരുന്നതാണ്. നമ്മളെ കൂടെ പറ്റാവുന്ന രീതിയിൽ മാക്സിമം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആംപ്ലിഫയർ പക്ക കണ്ടീഷനാണ്, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ പുതിയ ആമ്പ് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കേണ്ടതുണ്ട്, നേരത്തെ നമ്മൾ കണ്ട അതേ സെയിം ഫ്രണ്ടൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, പഴയ മോഡൽ തന്നെയാണ്. നമുക്കൊന്ന് ഓണായി കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇത് ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ USB മൊഡ്യൂള്, പിന്നെ വ്യൂ മീറ്റർ, പിന്നെ USB സോക്കറ്റ്, സബിൻ്റെ കൺട്രോൾ, എൻകോഡർ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരുപാട് സമയമെടുത്തു. നിങ്ങൾക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം കസ്റ്റമറിന് കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ആയതുകൊണ്ടാണ് താമസിച്ചത്. കാരണം ട്രാൻസ്ഫോമറൊക്കെ പഴയ ട്രാൻസ്ഫോമർ വയ്ക്കാം എന്നാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് നല്ല ആംബിയറും വോൾട്ടേജ് കുറവായതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുതിയ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഫണ്ട് ഷോർട്ട് ആയതുകൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് പയ്യാണ് ചെയ്തത്. അതാണ് ഇത്രയും ദിവസം ലേറ്റായത്. ഇപ്പോൾ ഇത് പക്ക കണ്ടീഷനാണ്, ഒരു കുഴപ്പമില്ല. എൻ്റെ ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 RC ഇൻപുട്ട്, പിന്നെ നമ്മൾ HDMI ARCയും ഒപ്റ്റിക്കലും കോയാക്സിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ ബനാന സോക്കറ്റാണ് സബിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ക്ലിപ്പാണ് ചാനലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആംപ്ലിഫയർ റീഅസംബ്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മൾ കൂടെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം.